നമസ്കാരം ആരോഗ്യസേവയിലേക്ക് എല്ലാ സീ മലയാളം ന്യൂസ് പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിംസ് മെഡിസിറ്റിയിലാണുള്ളത്, തിരുവനന്തപുരത്തെ. ഇവിടെ നമ്മുടെ ഓർത്തോപീഡിക് ഡോക്ടർ രാജ് ശങ്കർ ഞങ്ങളോടൊപ്പം ചേർന്നു. സ്വാഗതം ഡോക്ടർ ആരോഗ്യസേവയിലേക്ക്. ഓർത്തോപീഡിക് എന്ന് പറയുമ്പോൾ കൂടുതലായും നമ്മുടെ ഒരു ജീവിതശൈലി വെച്ചിട്ട് ഒരുപാട് പേർക്ക് ഈ എല്ല് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് വ്യായാമമില്ലായ്മേൻ്റെ ഒരു പ്രശ്നമുണ്ട്, ചിലർക്ക് അമിതമായി ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കൂടുതലായും കണ്ടുവരുന്ന ഒരു ഡിസീസ് എന്താണ് ഓർത്തോ? ഏറ്റവും ഒരു ഒ പി ബേസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് തേയ്മാനം അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് റിലേറ്റഡ് നീ ആർത്രൈറ്റീസ്, അല്ലെങ്കിൽ അതിൽ തേയ്മാനമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അത് പക്ഷേ റാദർ ദാൻ സ്പോർട്സ് ഇഞ്ചുറീസ് തേയ്മാനം ആർത്രൈറ്റീസാണ് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പം അതിനൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്ച്വലി കാലക്രമേണ പ്രായം ചെല്ലുമ്പോൾ നോർമലി ഒരു മുടി നരയ്ക്കുന്ന പോലെയുള്ള ഒരു പ്രോസസ്സാണ് ഈ തരണാസ്ഥി ഡാമേജ് ഉണ്ടാവുക ആർത്രൈറ്റീസ്. പിന്നെ അത് നോർമലി ഒരു ഏജ് ക്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 65 to 70 അതാണ് ഏറ്റവും കൂടുതൽ ഏജ് ഗ്രൂപ്പിലാണ് കണ്ടുവരുന്നത്. ബട്ട് ഇപ്പോഴത്തെ ഒരു കുറച്ചും കൂടെ നേരത്തെ കണ്ടുവരുന്നുണ്ട്. അബൌട്ട് 50-55 ആകുമ്പോൾ തന്നെ മുമ്പത്തെ ഒരു 10 years ഏർലിയറാണ്. സോ അതിനൊരു കാരണം ഈ ലാക്ക് ഓഫ് എക്സസൈസ്, പുവർ മസിൽ സ്ട്രെങ്ത്. ലാക്ക് ഓഫ് എക്സസൈസ് എന്ന് പറയുമ്പോൾ പുവർ മസിൽ സ്ട്രെങ്ത്, ഡയറ്റ്, അതെല്ലാം ഒരു ഫാക്ടറാണ്. പിന്നെ ഓവർ വെയ്റ്റ്, ഒബേസിറ്റി ഒരു മെയിൻ ഫാക്ടറാണ്. സോ അതെല്ലാം കൊണ്ട് ഈ ഒരു ഡിസീസ് പ്രോഗ്രഷൻ കുറച്ചും കൂടെ ഏർലിയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ. ആക്ച്വലി ഒരു ഫുഡ് ഒരു മെയിൻ ഘടകമാണല്ലോ. ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറാണ് നമുക്ക് ഈ ഒരു അപ്പോൾ അത് എത്രത്തോളം ബാധിക്കും നമ്മുടെ എല്ലിനെ? ഫാസ്റ്റ് ഫുഡ് കൾച്ചർ കൊണ്ട് ആക്ച്വലി ഒന്ന് നമ്മളെ മെയിനായിട്ട് ഓവർ വെയിറ്റ് അത് ഫാസ്റ്റ് ഫുഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഓവർ വെയിറ്റ്, ഒബേസിറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കോമൺലി ബോണിനെ എഫക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഫാസ്റ്റ് ഫുഡ് ഡയറക്റ്റ്ലി അങ്ങനെ ഒരു എഫക്ഷനൊന്നുമില്ല. പിന്നെ ഓവറോൾ ഇതാണ് ഫാസ്റ്റ് ഫുഡ് ആകുമ്പോഴേ കുറച്ചും കൂടെ ഫാറ്റിയാണ്, കുറച്ചും കൂടെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോഴത്തേക്ക് ഒരു ബോഡി ഫാറ്റ് കണ്ടൻറ്റ് കൂടുന്നു. ആ ഫാറ്റ് ഓവർ വെയിറ്റ് കാരണം നമ്മളെ ജോയിൻസിന് ഒരുപാട് സ്ട്രെയിൻ കൂടുന്നു. അത് റിലേറ്റഡ് ഡാമേജ് ഉണ്ടാകുന്നു. പണ്ട് ഓർത്തോപീഡിക് എന്ന് പറയുമ്പോൾ എല്ല് മുട്ട് വേദന അല്ലെങ്കിൽ ഇവിടുത്തെ വേദന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, വേദനകൾ കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയില്ലേ ഓർത്തോപീഡിക്സ്? മുമ്പ് ആക്ച്വലി ഇപ്പം ഓർത്തോപീഡിക്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പം സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിയിൽ ആർത്രോപ്ലാസ്റ്റി, അതായത് ഈ റീപ്ലേസ്മെൻറ്റ്, ജോയിൻറ്റ് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് അതിനാണ് ആർത്രോപ്ലാസ്റ്റി. പിന്നെ സ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ ജോയിൻസിനുള്ളിൽ ഒരു ക്യാമറ കടത്തിയിട്ട് അതിൻ്റെ ഡയഗ്നോസിസ് ചെയ്യാനും അതുപോലെ തന്നെ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ആർത്രോസ്കോപ്പി എന്ന് പറയും. അതുപോലെ തന്നെ സ്പൈൻ സർജറി, അതൊരു ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷനാണ്. പീഡിയാട്രിക് ഓർത്തോപീഡിക്സ്, കുഞ്ഞുങ്ങളുടെ ഓർത്തോപീഡിക്സ്, അതൊരു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സോ അപ്പോൾ ഓർത്തോപീഡിക്സ് ഹാസ് ഇവോൾവ്ഡ് ഓവർ ഇയേഴ്സ്. കുറച്ചും കൂടെ മുമ്പ് അങ്ങനെ അത്രയും വലിയ സബ് സ്പെഷ്യലൈസേഷൻ ഒന്നും ആർക്കും അത്ര അവെയർ അല്ലായിരുന്നു. ഓർത്തോപീഡിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ആയാലും ഡെർമൽ ഓർത്തോപീഡിക്സ്. സോ നൗ ഇറ്റ്സ് അതിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഈ സ്പെഷ്യലൈസേഷനിലേക്ക് വരുമ്പോൾ എത്രത്തോളം റിസ്ക്കിയാണ് ഈ ജോബ്? റിസ്ക് വൈസ് പറയാൻ പറ്റില്ല. ഏതൊരു സർജറീസിനും ഉള്ള ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഓർത്തോപീഡിക്സിൽ റിസ്ക് കൂടുതലായിട്ട് ഒന്നുമില്ല. ബട്ട് മോർ ദാൻ ദ റിസ്ക് ആക്ച്വലി കുറച്ചും കൂടെ സാറ്റിസ്ഫൈങ് ആണ്. ബിക്കോസ് വി ഗെറ്റ് ലോട്ട് ഓഫ് ഔട്ട്കം. നമ്മളെടുത്ത് പലപ്പോഴും ഇപ്പോൾ ഒരു ട്രോമ പേഷ്യൻറ്റ്, ഈവൻ എനിത്തിങ്, ട്രോമ ഓർ ഓൾഡ് ഏജ്, ആർത്രൈറ്റിസ്, എനിത്തിങ്, പേഷ്യൻറ്റ് ആൾ ആർ കമ്മിങ് വിത്ത് പെയിൻ. എല്ലാവർക്കും വേദനയാണ്. നമ്മളുടെ ഒരു കോമൺ കംപ്ലയിൻറ്റ് എല്ലാവർക്കും വേദനയാണ്. അപ്പം ആ ഒരു വേദന, അതുപോലെ തന്നെ ഇപ്പോൾ മുട്ട് തേയ്മാനം എന്നൊക്കെ പറയുമ്പോൾ ഒരു അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും നടക്കാൻ പോലും പറ്റത്തില്ല. വീൽ ചെയർ ബൗണ്ടായിട്ടാണ് വരുന്നത്. സോ വൺസ് ഒരു റീപ്ലേസ്മെൻറ്റ് കഴിയുക എന്ന് പറയുന്നത് വി ആർ ഗെറ്റിംഗ് എ മൊബൈൽ ലിംബ് കിട്ടുവാണ്. അപ്പം ആഫ്റ്റർ ദാറ്റ് ദേ വാക്കിംഗ്, ദ സ്മൈൽ, അതൊരു ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ആക്ച്വലി. സോ യു ആസ്ക് മീ അബൌട്ട് ദ റിസ്ക്, ഐ വിൽ ടെൽ മോർ ദാൻ ദ റിസ്ക് ഇറ്റ്സ് എ സാറ്റിസ്ഫൈങ് ജോബ്. ഈ പറഞ്ഞ പോലെ വേദന വരുമ്പോൾ കൂടുതലായും ചെയ്യുന്നത് ആയുർവേദത്തിലേക്ക് പോവുക, തിരുമൽ വെച്ചിട്ട് അങ്ങനത്തെ കുറേ ഇതിലേക്ക് പോവാറുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ ക്യൂർ ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നം. Every field of medicine has its own importance. I am not against anything, but യൂഷ്വലി നമ്മൾ മേ ബി അവർ കേരള കൾച്ചറിൻ്റെ ഇതാവാം, ആയുർവേദത്തിന് കുറച്ച് ട്രൈ ചെയ്യും ചില കേസിൽ. ഒരു അഡ്വാൻസ് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ
ഒരു ലിമിറ്റേഷൻസ് വരും. നമുക്ക് നോർമൽ ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇവൻ നമുക്കായാലും നമുക്ക് ഗുളികയിൽ മാറ്റാൻ പറ്റത്തില്ല. ഇവൻ അവർ ഫീൽഡ് ഓഫ് മെഡിസിൻ ഓൾസോ ചില ഈ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ടാബ്ലറ്റ്സിലും ലിമിറ്റേഷൻസ് ഉണ്ട്. സോ വി ഹാവ് ടു ഗോ ഫോർ എ സർജറി എന്നുള്ളതാണ്. ഈ സർജറിയിലേക്ക് പോകേണ്ടി വരുന്ന കുറേ ഡിസീസസ് ഈ എല്ലും സംബന്ധിച്ച് എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു എലക്റ്റീവ് എന്ന കേസസ് ആയിട്ട് പറയുകയാണെങ്കിൽ മുട്ട് തേയ്മാനം തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതല്ലാതെ ഹിപ്പ് തേയ്മാനം വരുന്നുണ്ട്, ഷോൾഡർ തേയ്മാനം വരുന്നുണ്ട്. പെർസെൻറ്റേജ് കുറവാണ്. ഏറ്റവും കൂടുതൽ മുട്ട് തേയ്മാനമാണ് കണ്ടുവരുന്നത്. അതിൽ താന്ന് വരും ഒരു ഹിപ്പിലുള്ള ആർത്രൈറ്റിസ്, അതിലും കുറവാണ് ഷോൾഡർ ആർത്രൈറ്റിസ്. സോ ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അത് മോസ്റ്റ് ഓഫ് ദ കേസസ് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ള എത്തുമ്പോഴത്തേക്ക് ഇതൊരു ഗ്രേഡ് 4 ആയിപ്പോൾ. ഇതൊരു സ്റ്റേജിങ് ഉണ്ട്. ആർത്രൈറ്റിസ് ഒരു 1, 2, 3, 4 ഗ്രേഡ്സ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഗ്രേഡ് 4 ആയി കഴിയുന്ന കേസിന് പിന്നെ ദർ ഇസ് എ വെരി ലിമിറ്റഡ് റോൾ. ഒരു മെഡിക്കേഷനും എക്സസൈസിനും ഒന്നും റോളില്ല. വിൽ എൻഡ് അപ്പ് ഇൻ റീപ്ലേസ്മെൻറ്റ്. അപ്പം ഒരു ഇയർലി ഡിറ്റക്ഷൻ ഈസ് വെരി ഗുഡ്. ഇപ്പോൾ ഗ്രേഡ് 1 കാണുവാണെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് വിത്ത് എക്സസൈസ്, ഡയറ്റ് ചേഞ്ചസ്, എക്സസൈസ്, സം ഫ്യൂ മെഡിക്കേഷൻസ് മതി. ഇപ്പോൾ ഗ്രേഡ് 2 പോകുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. വി ക്യാൻ ഹാവ് സം വിസ്കസ് ഇഞ്ചെക്ഷൻസ്, കുറച്ചും കൂടി ലൂബ്രിക്കേഷൻ ജോയിൻസിന് കൂട്ടാനുള്ള ഇഞ്ചെക്ഷൻസ്. ബൈ ദാറ്റ് നമ്മൾ ആ ജോയിൻസിനെ വെയർ കുറയ്ക്കും. ഇത് ആക്ച്വലി ഈ തേയ്മാനം എന്ന് ഉദ്ദേശിക്കുന്ന തരുണാസ്ഥികളിലുണ്ടാവുന്ന തേയ്മാനം. സോ അപ്പം ഈ ലേറ്റ് പ്രസൻറ്റേഷൻ എപ്പോഴും ഒരു പ്രോബ്ലമാണ്. സോ അപ്പം വേദന ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് കാണിക്കുക. ചിലപ്പം ഇത് കുറച്ച് ലിമിറ്റഡ് സാധനങ്ങൾ മതി. ഇത് നമ്മൾ വെച്ച് നമ്മൾ കുറേ നാൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വേർ ഗെറ്റ്സ് മോർ ഒരു ഗ്രേഡ് 4 ആയി കഴിഞ്ഞാൽ സർജറി ഈസ് ഓൺലി ദ വേ. എല്ല് തേയ്മാനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്താണ്? എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക? ഇതൊരു ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നതാണ് എല്ല് തേയ്മാനം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തരുണാസ്ഥിയിൽ ഉണ്ടാകുന്ന തേയ്മാനം. അതാണ് ജോയിൻസിൽ ഈ റീപ്ലേസ്മെൻറ്റിലേക്ക് പോകുന്നത്. എല്ല് തേയ്മാനം എന്ന് ഉദ്ദേശിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് അതൊരു നമ്മൾ ലാക്ക് ഓഫ് കാൽസ്യം, ലാക്ക് ഓഫ് വിറ്റാമിൻ D3, സൂര്യപ്രകാശത്തിൽ കൂടെ കിട്ടുന്ന വിറ്റാമിൻ D, അതൊരു മെയിൻ ഫാക്ടറാണ്. ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാവരും ഇൻബോൺ ആണ്. അധികം വെയിൽ അല്ലെങ്കിൽ അധികം സ്പോർട്സില്ല, വെയിൽ എക്സ്പോഷർ വളരെ കുറവാണ്. അപ്പം വിറ്റാമിൻ D3 ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയറ്റിലൂടെ ഉണ്ടാകുന്ന കാൽസ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ വിറ്റാമിൻ D3 ഉണ്ടാവണം. സോ ഇഫ് യു ആർ നോട്ട് ഹാവിങ് വിറ്റാമിൻ D3, കാൽസ്യം ഈസ് നോട്ട് അബ്സോർബ്. സോ ഓട്ടോമാറ്റിക്കലി ലീഡ് ടു ലോ കാൽസ്യം കണ്ടന്റ് ഇൻ ദ ബോൺ. അപ്പോഴത്തേക്ക് ഓസ്റ്റിയോപൊറോസിസിലേക്ക് പോകും. ബോണിൻ്റെ കട്ടിക്കുറവ് അത് ഈ ആർത്രൈറ്റിസും തമ്മിൽ രണ്ടാണ്. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ തരുണാസ്ഥി, ജോയിൻറ്റിൽ ഈ ബോൺ വന്നിട്ട് ചേരുന്ന എൻഡിൽ ഒരു ചെറിയ കാർട്ടിലേജ് ലൈനിങ് ഉണ്ട്. അതാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. അതിലുണ്ടാവുന്ന തേയ്മാനമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താ? തരുണാസ്ഥിയിൽ ഒന്ന് ഏജ് റിലേറ്റഡ് ആണ്. ഒരു പ്രൈമറി, ഇതിന് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് പ്രൈമറി, സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രൈമറി എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഒരു മുടി നരയ്ക്കുന്ന പോലുള്ള ഏജ് റിലേറ്റഡ്, ഞാൻ പറഞ്ഞല്ലോ 65 to 70 ഏജസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന നോർമൽ ഒരു തേയ്മാനം ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒരു അസുഖം കൊണ്ടുണ്ടാവുന്നതല്ല. ഇപ്പോൾ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു അസുഖത്തിൻ്റെ കാരണം കൊണ്ടുണ്ടാവുന്ന തേയ്മാനം. അതായത് ഇപ്പോൾ ഈ വാദസംബന്ധമായ രോഗമൊന്നും കിട്ടില്ലേ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ്. അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന തേയ്മാനം. പിന്നെ ചില കേസിൽ ആക്സിഡൻറ്റിൻ്റെ ഭാഗമായി ഈ ജോയിൻസിൽ പൊട്ടലുണ്ടാവും. അതിനുശേഷം അവിടെ കാർട്ടിലേജ് കുറച്ച് ഡാമേജ് ഉണ്ടാവുക. അത് ഫ്യൂച്ചറിൽ കുറച്ചും കൂടി ഇയർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരും. പിന്നെ ഇൻഫെക്ഷൻ, ജോയിൻസിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ്റെ ഭാഗമായി ഡാമേജ് ഉണ്ടാവും. സോ അതൊക്കെയാണ് മെയിൻ തേയ്മാനത്തിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത്. സർജറിയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 ആയി കഴിയുമ്പോൾ സർജറി. ഈവൻ സ്റ്റേജ് 3 ആക്ച്വലി റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ സർജറിയാണ്. ഇറ്റ്സ് ലൈക്ക് റീപ്ലേസിങ് അതും നമ്മൾ ഈ തേയ്മാനം വന്ന തരുണാസ്ഥിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇംപ്ലാന്റ് വെക്കുക എന്നുള്ളതാണ്. സോ നൗ ഒരു ഗ്രേഡ് 3 ഇഫ് യു ഒക്കെ ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമുക്കൊരു ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് റീപ്ലേസ്മെൻ്റ് അല്ലാതെ തന്നെ കുറച്ചും കൂടി ചെറിയ സർജറിയാണ്. നമ്മളിപ്പോൾ ബോണിലൊക്കെ ഒരു വളവൊക്കെ ഉണ്ടെങ്കിൽ വളവിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കും. എന്താ പറ്റുന്ന ചില കേസിൽ വളവ് വന്നു കഴിയുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് വീണ്ടും ആ വളവിൽ നടക്കുമ്പോൾ ഈ ഒരു എൻഡ് മാത്രമായിട്ട് ഫുൾ ഡാമേജ് വരും, മറ്റേ എൻഡ് കുഴപ്പം കാണത്തില്ല. നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, അതാണ് ഏർലി ഡിറ്റക്ഷൻ. വളവാണ് ഒരു കാരണം എന്ന് കണ്ടാൽ ആ വളവിനെ അങ്ങ് നൂത്തി കൊടുക്കുമ്പോൾ ഈക്വലായിട്ട് വെയിറ്റ് ബാലൻസ് വരുമ്പോഴത്തേക്ക്
ലൈക്ക് വി ക്യാൻ പ്രൊലോങ് ലൈക്ക് ഒരു 10 ഇയേഴ്സും കൂടെ നമുക്ക് ഈ റീപ്ലേസ്മെൻറ്റിനെ നമുക്ക് തടഞ്ഞു നിർത്താം. ഇപ്പോൾ ഒരു 55 ചെയ്ത് കഴിഞ്ഞാൽ ടിൽ 65 to 70 സംടൈംസ് ലൈക്ക് വി ക്യാൻ നമുക്കത് റീപ്ലേസ്മെൻറ്റ് പുഷ് ഓൺ ചെയ്യാൻ പറ്റും. കാരണം വൺസ് ഈ നമ്മൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഇത് ഇംപ്ലാന്റ് നമ്മൾ വെക്കുന്ന സാധനത്തിന് ഒരു ലൈഫുണ്ട്. സോ എനിത്തിങ് ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ അതിനൊരു ലൈഫുണ്ട്. ഇതൊരു 20-25 ഇയേഴ്സ് ഓഫ് ലൈഫാണ്. സോ നമ്മളൊരു എയിം എന്തായിരിക്കണം എന്ന് വെച്ചാൽ മാക്സിമം ഒരു 60-65 കഴിഞ്ഞ് റീപ്ലേസ്മെൻറ്റിലേക്ക് പോകുക. ബിക്കോസ് വൺസ് വി പുട്ട് ഇറ്റ് അതായിരിക്കണം ദ എൻഡ് ഓഫ് ദ ഇംപ്ലാന്റ് ലൈഫ്. അതെ, അപ്പോൾ മാക്സിമം ട്രൈ ടു പുഷ് ഇറ്റ് ടു 60-65. ഈ റീപ്ലേസ്മെന്റ് സർജറി ഒക്കെ വന്നത് ഒരു അടുത്തൊരു 10 to 20 ഇയേഴ്സ് ബാക്ക് 20 ഇയേഴ്സ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഒരു കോമൺ ആയത്. ഇപ്പോൾ ഭയങ്കര കോമൺ ആയി. ഇംപ്ലാന്റ് ഡിസൈൻസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി. ലൈഫ് ഓഫ് ദ ഇംപ്ലാന്റ് കൂടി. ലോട്ട് ഓഫ് ഇംപ്ലാന്റ്സ് അവൈലബിൾ, പല ക്വാളിറ്റി പല ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റേഞ്ച് ഓഫ് മോഷൻ നേരത്തെ മുട്ടിനുണ്ടാവുന്ന ഒരു റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു 100 ഡിഗ്രി മുട്ട് മടക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 120-140 ഡിഗ്രി മടക്കാൻ പറ്റുന്ന ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഈ തുടക്ക സമയത്തൊക്കെ ഈ സർജറിയിലേക്ക് ആൾക്കാരെ പേഷ്യൻസിനെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു റിസ്ക് അല്ലായിരുന്നു. മീൻസ് അവരോട് അത് ബോധ്യപ്പെടുത്താൻ ആക്ച്വലി എല്ലാവർക്കും ഇപ്പോഴും മോസ്റ്റ് അതിൽ എന്താ വെച്ചാൽ എല്ലാവർക്കും കുറച്ച് പേടിയാണ് റീപ്ലേസ്മെൻ്റ് എന്ന് കേൾക്കുമ്പോൾ അവർ നമ്മളെ റീപ്ലേസ്മെൻ്റ് എന്ന വാക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എന്തോ മാറ്റി വെച്ചു എന്നുള്ള ഒരു മുട്ട് മൊത്തത്തിൽ മാറ്റി ഒരു ഇംപ്ലാന്റ് വെച്ച് ഒരു ഫുൾ മെക്കാനിക്കലായിട്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഭയാനകമാണ്. പക്ഷേ ശരിക്കും ഇത് അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു ഞാൻ പറഞ്ഞല്ലോ തരണാസ്ഥി മാത്രം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിലൊരു ചെറിയ ഗ്യാപ്പ് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ഭയങ്കര ഒരു ഇതില്ല. അപ്പോൾ അത് പലവർക്കും കുറച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ കൺവിൻസ്ഡ് ആവാറുണ്ട്. ബട്ട് ഇനിഷ്യൽ ഫിയർ ഉണ്ട്, അത് ഇപ്പോഴും കൂടെയുണ്ട്. ബട്ട് ഇറ്റ്സ് ഡിക്രീസിങ്. ഇപ്പോൾ എല്ലാവരും നേരത്തെ വി ഹവ് ടു എക്സ്പ്ലെയിൻ ദം കുറച്ചും കൂടെ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ആക്ച്വലി അവർ കുറച്ചും കൂടെ വി വാണ്ട് ഇറ്റ് എന്നുള്ള രീതിയിലും പേഷ്യൻസ് വരാറുണ്ട്. വി വാണ്ട് ടു ഡു ഇറ്റ് ബിക്കോസ് ദ പെയിൻ ഈസ് സോ സിവിയർ അല്ലേ, ലിമിറ്റേഷൻ ഓഫ് മൂവ്മെൻറ്റ് അതൊരു ഇതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള, അതായത് ഈ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോസ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി പോസ്റ്റ് കെയർ വലിയ ബെഡ് റെസ്റ്റ് ഒന്നുമില്ല. ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേ തന്നെ നമ്മളതിനെ മൊബിലൈസ് ചെയ്യും. പേഷ്യൻ ക്യാൻ സ്റ്റാൻഡ് ഓൺ ബൈ ഓൺ വിത്ത് എയ്ഡഡ് വാക്കർ. അതൊരു എന്താ നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ മുറിവൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒരു ചെറിയ ഹീലിങ്ങിന് ഒരു ബ്രേസും ഒരു വാക്കറും കൊടുക്കും. വാക്കറിൽ ദേ ക്യാൻ മൂവ് അറൗണ്ട്. ദെൻ വിത്ത് ഫിസിയോ വിൽ സ്റ്റാർട്ട് വിത്ത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുട്ട് മടക്കാനും നൂത്താനൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ തുടങ്ങും. ഒരു 2 to 3 days ഒക്കെ ആയപ്പോൾ തന്നെ മുട്ട് അറൗണ്ട് 90 ഡിഗ്രിയോളം മാക്സിമം ഫ്ലെക്ഷനിലേക്ക് എത്തും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്യും. 3 weeks ഒക്കെ ആകുമ്പോൾ ഇതെല്ലാം മാറ്റും, ഈ ബ്രേസും ഈ വാക്കറും ഒന്നും വേണ്ട. സോ ആഫ്റ്റർ 3 weeks എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഈസ് ലൈക്ക് ഇൻഡിപെൻഡൻ്റ്ലി വാക്കർ ഓൺ. ഒരു 6 weeks കഴിയുമ്പോൾ മാത്രമേ നമ്മൾ സ്റ്റെയർ ക്ലൈംബിങ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ വൺസ് ഈ 6 weeks ബാക്ക് ടു നോർമൽ എനിത്തിങ് യു ക്യാൻ ഡു. നമുക്കപ്പോൾ നോർമൽ നമ്മുടെ പഴയ മുട്ട് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ പഴയ നമ്മൾ ബാക്ക് ടു അവർ പിന്നെ പെയിൻ ഫ്രീ ഒരു ഫുൾ റേഞ്ച് ലിംബ് കിട്ടും. അത് ചെയ്യുന്ന എല്ലാം ചെയ്യാൻ പറ്റും ആക്ച്വലി. ബിക്കോസ് ഐ ഹാവ് ലൈക്ക് പേഷ്യൻസ് ലൈക്ക് ഡു ട്രക്കിംഗ് പോസ്റ്റ് കെയർ ട്രക്കിംഗ് ചെയ്ത പേഷ്യൻസ് എനിക്കുണ്ട്. ഹു റൈഡ് സ്കൂട്ടി, അങ്ങനെ ഒരുപാട് എല്ലാം they are doing everything happy. So ഭയങ്കര so that's more sometimes they send me photos like trekking അല്ലെങ്കിൽ they send me photos, so it's so satisfying. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, more than the risk I feel it's a more satisfying work. നടക്കാൻ പറ്റാത്ത ഒരാൾ നടക്കുക, they are doing, they are so happy, the smile in their face is amazing. ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ കരുതിയിരുന്നോ? Actually I took orthopedics. അതെ എനിക്ക് അതൊരു ലോങ് സ്റ്റോറി അല്ലേ. ഹോൾഡ് മീൻസ് നമ്മൾ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് റീസൺ വൈ ഐ ടു ഓർത്തോപെഡിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. എനിക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പോയെങ്കിൽ എനിക്ക് ഇത് കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. സോ ദാറ്റ് ഇസ് ദ റീസൺ ഐ ടു ഓർത്തോപെഡിക്സ്. ഇനി ഇതിൻ്റെ ഒരു വേറൊരു ലെവൽ ട്രോമ, അത് അത്തരം കേസസ് ഒക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ? Trauma that's the most common emergency. That's part comes under emergency this thing. It's not elective. Trauma different നമ്മളൊരു trauma എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഏറ്റവും കൂടുതൽ വരുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്. അപ്പോൾ അതിൽ വി ഗെറ്റ് യൂഷ്വലി കോമൺലി കണ്ടുവരുന്ന അപ്പർ ലിംബ് എവറിത്തിങ് വിൽ കം. അപ്പർ ലിംബ് നമ്മൾ കൈ കാല് എല്ലാം ഒടിയുന്നുണ്ട്.
ജോയിൻറ്റ് ഡാമേജ് വരുന്നുണ്ട്. സോ അപ്പം ചില ഒരു ഇതിലൊക്കെ ഇപ്പം നോർമലി ഇപ്പം പണ്ടത്തെ ഇംപ്ലാൻസ് ഒക്കെ അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഇംപ്ലാൻസ് അവൈലബിൾ. ആ ഇംപ്ലാൻസ് തന്നെ നമുക്ക് ഏത് ട്രോമ വന്നാലും അതിലൊക്കെ വെച്ച് ഉപയോഗിക്കണം. ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ്മെൻറ്റ് എത്ര അഡ്വാൻസ് എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ ബോണിനും അതിൻ്റെ അതേ ഷേപ്പിൽ ഡിസൈൻ ചെയ്ത ഇംപ്ലാൻസ് അവൈലബിൾ ആണ്. സോ അതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും നാച്ചുറാലിറ്റി നമുക്ക് തിരിച്ച് കിട്ടും. ഇപ്പോൾ ഒരു എല്ല് ഒടിഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആ എല്ല് ഒടിഞ്ഞു, അതിനൊരു ചെറിയ കൂടും, ഇപ്പോൾ ചെറിയൊരു ഡിഫോമിറ്റിയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ല് ഒടിഞ്ഞോ നമുക്ക് പഴയതുപോലെ ആക്കാൻ പറ്റും. പഴയ അതേ ഷേപ്പും ഇതെല്ലാം കിട്ടും. പണ്ട് ഒരുപാട് വലിയ മുറിവൊക്കെ ഉണ്ടാവും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വളരെ മിപ്പോ ടെക്നിക്സ് എന്നൊക്കെ പറയും, മിനിമൽ ഇൻവേസീവ് ടെക്നിക്സ്. ഈ ലോവർ ലിംബിനൊക്കെ കൂടുതലും മിപ്പോ ടെക്നിക്സ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് ചെറിയൊരു ഇൻസിഷൻ ഉപയോഗിക്കുക, മറ്റേ ഒരു മെഷീൻ്റെ സഹായത്തോടുകൂടി സ്ലൈഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ കുറവാണ്, ഇൻഫെക്ഷൻ റേറ്റ് വളരെ കുറവാണ് ഇതിന്. ഔട്ട്കം ഈസ് വെരി ഗുഡ്, ഹീലിംഗ് ഫാസ്റ്റ് ആണ്. സോ അഗൈൻ അതും ഒരു റിയലി സാറ്റിസ്ഫൈങ്. അതിൽ ഒരു ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ലിംബ് സാൽവേജ് എന്ന് പറയും. ലിംബ് സാൽവേജ് ഇപ്പോൾ പണ്ടത്തെ ഒരു നോർമൽ രീതിയിൽ ഇപ്പോൾ ക്രഷ് ഇഞ്ചുറി, സിവിയർ ഒരു ബസ് കാലിൽ കയറി പോവുക, സിവിയർ ബോൺ ലോസ് ഉണ്ടാവുക, എല്ല് ഫുൾ മുറിവുണ്ടായി എല്ല് കുറച്ച് ലോസ് വരിക, ഈവൻ അങ്ങനെയൊക്കെ വരുന്ന മുമ്പത്തെ ചില കേസിൽ ഇപ്പോഴും ആംപ്യൂട്ടേഷൻ വേണം, അങ്ങനെയല്ല, അങ്ങനെയൊക്കെ ഉള്ള കേസിൽ ഇപ്പോൾ ലിംബ് സാൽവേജ് അവൈലബിൾ ആണ്. അതായത് വി കാൻ റീകൺസ്ട്രക്ട് ദ ലിംബ്. എല്ലിനെ നമുക്ക് ഗ്രോ ചെയ്യിച്ചിട്ട് ലോസ് വന്നു. ഇപ്പോൾ 6 ഇഞ്ച് ലോസ് ഉണ്ടെങ്കിൽ 6 ഇഞ്ച് നമുക്ക് എല്ലിനെ വളർത്താൻ പറ്റും. ഇല്ലിസോറോ ടെക്നിക്സ് എന്ന് പറയും. സോ അങ്ങനെ ഒരു ലേറ്റസ്റ്റ് സാധനങ്ങളുണ്ട്, അവൈലബിൾ ആണ്. ടെക്നോളജി ഇത്രയും വളർന്നതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും എന്തും ചെയ്യാം. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ നിസ്സഹായനാകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സത്യം. ആക്ച്വലി കുറച്ച് ലിംബ് സാൽവേജ് കുറച്ചും കൂടെ ചലഞ്ചിങ് ആണ് ആക്ച്വലി. സോ ദാറ്റ്സ് എ ഡിസിഷൻ rather than like ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആംപുട്ടേഷൻ ആണ് ഇതിൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി പെയിൻഫുൾ അല്ലേ to the patient. Losing a limb is, but at the same time you can challenge it and get the limb back എന്ന് പറയുന്നത് it's like priceless. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? ഒരുപാട് ലിംബ്സ് സേവ് ചെയ്തിട്ടുണ്ട്. ബട്ട് സംടൈംസ് ലൈക്ക് റെയർ സം കേസസ് ഇറ്റ്സ് ലൈക്ക് above the thing, we have to go for it, but we get good results. It's a journey. Limb salvage is a journey. It will take some time because bone regrowth എന്ന് പറയുന്നത് it will take some years. Okay. So it's a patient and doctors, the patient's level should be very high. പേഷ്യൻസ് സഹകരിക്കാറുണ്ട്? ഉറപ്പായിട്ട് സഹകരിക്കാറുണ്ട്. വൺസ് അവർക്ക് റിസൾട്ട് കിട്ടും, അവർക്ക് മനസ്സിലാവും. വി ആൾവേസ് എക്സ്പ്ലെയിൻ അവർ പേഷ്യൻസ് വരിക നമ്മൾ ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് എല്ലാത്തിൻ്റെ ഒരു പ്ലസ് ആൻഡ് മൈനസ് വി വിൽ എക്സ്പ്ലെയിൻ. സോ they will every serial x-rays, every follow-ups we take x-ray, we will explain the x-ray, what is happening, what should not happen, or what is happening, what is good in the. So idellam കാണുമ്പോൾ they are like happy. Once anybody they see results, they will wait. ഇതിന്റെ ഈ സർജറിയുടെ ഒക്കെ ഒരു എക്സ്പെൻസ് വലുതാണ്? എക്സ്പെൻഡിച്ചർ ഇപ്പോൾ നമ്മൾ കൂടുതൽ ട്രോമ ദർ ഈസ് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മുമ്പുള്ള എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഇംപ്ലാൻസ് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് അഡ്വാൻസ് ഇംപ്ലാൻസ് വരുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്പെൻസ് കൂടുതൽ വരും. അതുകൊണ്ട് കാരണം നേരത്തെ അത്രയും അഡ്വാൻസ് ഇംപ്ലാൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ അഡ്വാൻസ് ഇംപ്ലാൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അത് ദാറ്റ് ഇറ്റ്സ് എ സെയിം. ഇംപ്ലാൻസിൻ്റെ ഉണ്ടാവും ഒരു വ്യത്യാസം, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ മുമ്പത്തെ അതേ ഡിഫറൻസ് സെയിം തന്നെയാണ്. നേരത്തെ എല്ല് വളർത്താൻ പറ്റും എന്ന് പറഞ്ഞു. ജന്മനാ ചില കുട്ടികൾക്ക് കാലിന് നീളം കുറവ്, അങ്ങനെയൊക്കെ സംഭവങ്ങൾ അതാണ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാം. ഇപ്പം ചില കേസസിൽ അത് അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഒരു കേസ്, ഇപ്പം ചില ഒരു ലിംബും മറ്റേ ലിംബും തമ്മിലുള്ള ചെറിയ ഡിസ്ക്രിപ്പൻസി ഉണ്ടാവും. അപ്പോൾ അതായത് ഇപ്പോൾ 2 കാലുണ്ടെങ്കിൽ ഒരു കാലിന് കുറച്ച് ഒരു 6 ഇഞ്ച് 5 ഇഞ്ചിലോ ഷോർട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലിസോർ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 ലിംസ് ഈക്വൽ ആക്കാൻ പറ്റും. അത് ലോങ് പ്രോസസ് ആണത്. അത് അഗൈൻ ഇറ്റ്സ് സെയിം തിങ്, ലോങ് പ്രോസസ് ആണ്. എന്താണ് ഒരു രീതി? എന്താ നമ്മൾ ഇത് ആക്ച്വലി ഇല്ലിസാറോ എന്ന് പറയും. ഇല്ലിസാറോ എന്ന് പറയുന്ന ഒരു എബ്രഹാം ഇല്ലിസാറോ ഇസ് റഷ്യൻ ഇൻവെൻറ്റർ. ഹീ ഈസ് ദ വൺ ഹു ഇൻവെൻറ്റഡ് ഇല്ലിസാറോ. സോ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫിക്സേഷൻ എന്ന് പറയുന്നത് വെളിയിൽ കൂടെയാണ്. കണ്ടിട്ടുണ്ടോ ഒരു റിങ് പോലെ വെളിയിൽ കൂടെ കുറേ കമ്പി, ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്.
നമുക്ക് വെളിയിൽ കൂടെ റിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബോണിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ന്യൂ ബോണിനെ ഫോം ചെയ്യുന്നതാണ് ഈ ലിസോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഇത്തിരി കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കുറച്ചും കൂടെ ഉണ്ട്. സോ അതാണ് വെളിയിൽ കൂടെയാണ് നമ്മൾ തന്നെ ഗ്രോ ചെയ്യുന്നത്. ഡെയിലി ഒരു ടേൺ ഡിസ്ട്രാക്ഷൻ ചെയ്ത് ഡിസ്ട്രാക്ഷൻ ഓസ്റ്റിയോജെനസിസ് എന്നാണ് അതിന് പറയുന്നത്. എത്ര ഒരു ടൈം പീരീഡ് എടുക്കും? ഒരു 1 year എടുക്കും. ഡിപ്പെൻഡ്സ് ഓൺ ഒരു 5 സെന്റിമീറ്റർ ഒക്കെ വളർത്തും. 5 to 10 സെന്റിമീറ്റർ ഒരു 1 year എടുക്കും. ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓക്കെ. അതുവരെ ഈ റിങ് ക്യാരി ചെയ്യണം. അതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. നമ്മൾ നോർമൽ ലിംബ് പോലെയല്ല, വെളിയിലൊരു കമ്പിയൊക്കെ ഉണ്ടാവും. ദാറ്റ് യു ഹാവ് ടു ക്യാരി ഓൺ ഫോർ ത്രൂ ഔട്ട് ദ ഇയർ. അങ്ങനെയുള്ളൊരു ബട്ട് സ്റ്റിൽ വി ആർ സേവിങ് ദ ലിംബ്. സോ ഇറ്റ്സ് ഓക്കെ. സർജറിയിലെ റിസ്ക് ഫാക്ടേഴ്സ് വരുന്ന ഒരു എന്താണ്? റിസ്ക് എവറി സർജറി ഹാസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എനി സർജറി അതിൽ ഇപ്പം കുറച്ച് ബേസിക് കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ കുറച്ച് ഇൻഫെക്ഷൻസ് റിസ്ക് ഉണ്ട്. നമ്മളെ ഓർത്തോ സംബന്ധിച്ചിടത്തോളം വാട്ട് വി ആർ അഫ്രൈഡ് ഓഫ് ഇസ് ഇൻഫെക്ഷൻ മോർ ദാൻ എനിത്തിങ് എൽസ്. ദറ്റ്സ് നോട്ട് എ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ അല്ല. ഓൺ ടേബിൾ ഒരിക്കലും ഓർത്തോപെഡിക് സർജറീസിന് അങ്ങനെ വളരെ റെയറായിട്ട് സംടൈംസ് ബ്ലീഡിങ്ങോ അങ്ങനെ മറ്റോ അല്ലാതെ വെരി ലെസ് ലൈക്ലി ഇൻഫെക്ഷൻസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ല. ഇറ്റ്സ് ഓവർ എ പ്രോസസ്സിൽ പോസ്റ്റ് സർജറി wound ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഇറ്റ്സ് വെരി സ്മോൾ പെർസെൻറ്റേജ് എല്ലാ സർജറിക്കിനും ഉള്ള ഒരു. ബട്ട് വി ടേക്ക് അപ്രോപ്രിയേറ്റ് കെയർ ആക്ച്വലി. even the OT we have the laminar airflow. There is so many things. നമ്മൾ അങ്ങനെല്ലാം വെൽ കെയർ കൊടുത്ത് വെൽ പ്ലാൻഡ് സർജറീസ് ആണെങ്കിൽ the risk is very less. ഈ പരസ്യത്തിലൊക്കെ കാണിക്കാറുണ്ട് ബോൺ ഡെൻസിറ്റി കൂട്ടാൻ അത് കുടിക്കുക ഇത് കഴിക്കുക, ശരിയാണോ? ഇറ്റ്സ് ബോൺ ഡെൻസിറ്റി മേ ബി ആൾ കാൽസ്യം സപ്ലിമെൻറ്റേഷൻസ് ഒക്കെ ആവണം. അത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഹോർലിക്സിലൊക്കെ മേ ബി അതിലും മഗ്നീഷ്യം കാൽസ്യം ഇതൊക്കെ തന്നെയാണ് അവർ ആഡ് ചെയ്യുന്നത്. സെയിം ടാബ്ലറ്റ്സ് നമ്മൾക്ക് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഹെൽപ്പിംഗ് ഡെൻസിറ്റി കൂട്ടാൻ സഹായിക്കും. ഇപ്പം വിറ്റാമിൻ D3 തന്നെ പല സപ്ലിമെൻറ്റ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. എനി മൾട്ടി വിറ്റാമിൻ യു ടേക്ക് അതിലൊരു ചെറിയ % വിറ്റാമിൻ D3 ഉണ്ട്. ഈ എല്ല് പൊടിയുന്നാൽ എല്ല് തൊടുമ്പോൾ ഭയങ്കര വീക്കായ എല്ല് അങ്ങനെ ഒരു അസുഖമില്ലേ? അതെന്താ അത്? ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുള്ളത്. ആക്ച്വലി അതൊരു റെയർ അസുഖമാണ്, അത്ര കോമൺ ആയിട്ടുള്ളതല്ല. അത് ആക്ച്വലി എല്ല് തൊടുമ്പോൾ പൊടിയാന്നല്ല, ബട്ട് ഭയങ്കര വീക്കാണ്. ഒരു ചെറിയ ബ്ലോയോ വല്ലതും കിട്ടുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ആക്ച്വലി. ഒരു ജനറ്റിക് റിലേറ്റഡ് പ്രോബ്ലമാണത്. അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല. അത് യൂഷ്വലി വി ഹാവ് ടു ഫിക്സ് ഇറ്റ്. പൊട്ടിക്കഴിഞ്ഞാൽ എനിവേ വി ഹാവ് ടു ഫിക്സ് ഇറ്റ്. വീണ്ടും വി ഹാവ് ടു ലീവ് സം എലാസ്റ്റിക് എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് ഒരു ഇംപ്ലാന്റ് നമ്മൾ ലീവ് ചെയ്യേണ്ടി വരും. കാരണം റീഫ്രാക്ചേഴ്സിന് ചാൻസ് കൂടുതലാണ്. ഈ ജോയിന്റ്സ് ഒക്കെ അപ്പം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? ജോയിന്റ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പരിധി വരെ അത് നിയന്ത്രിക്കാൻ പറ്റും. അത് ഇംപെർഫെക്റ്റ് കൊണ്ട് കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത് ജോയിന്റ്സ് അല്ല, കൂടുതലും ഈ ഫ്രാക്ചേഴ്സ് ആണ്. ഫ്രാക്ചേഴ്സ് എപ്പോഴും ലോങ് ബോൺസ് ആണ് കൂടുതലും ഫ്രാക്ചേഴ്സ് ഉണ്ടാകുന്നത്. വെയിറ്റ് ബെയറിങ്, ഫോള് അതിലൊക്കെ നമ്മൾക്ക് എലാസ്റ്റിക് നെയിൽസ് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നെയിൽസ് ഇടും ആക്ച്വലി. സോ ഇറ്റ് ഗീവ്സ് ആൻ അഡീഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ബെയറിങ്, ഒരു റീഫ്രാക്ചറിനെ പ്രിവെൻറ്റ് ചെയ്യാം. രണ്ടാമത് ഇറ്റ്സ് ലൈക്ക് ഇംപ്ലാന്റ് തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്നു, ഇപ്പോൾ ടൈറ്റാനിയം ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോഡിയിൽ ഇട്ടെന്ന് പറഞ്ഞ് പിന്നെ ഊരിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഫ്യൂച്ചറിൽ MRI ഒക്കെ എടുക്കണമെങ്കിലും നോ പ്രോബ്ലം. സോ അപ്പം ഒരുപാട് കാര്യങ്ങൾ ഓർത്തോപീഡിക്സിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.